മാർത്തോമാ നിൻ പുണ്യദിനം ഓർമ്മകളുണരും ദുഃഖ്റാന തോരാമഴയത്താറുകളിൽ ആറാനകളൊഴുകും തോറാന. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളും ഭാരതത്തിന്റെ അപ്പസ്തോലനുമായ വിശുദ്ധ തോമാസ് ലീഹായുടെ ഓർമ്മ തിരുനാളാണ് ദുഃഖറാന. ഇന്ത്യയിൽ സുവിശേഷ ദൗത്യവുമായി ആദ്യമെത്തിയ അപ്പസ്തോലനാണ് തോമാസ് ലീഹ. ഇന്ത്യയിൽ മരിച്ച തോമാസ് ലീഹയുടെ ഭൗതികാവശിഷ്ടങ്ങൾ മെസൊപ്പൊട്ടേമിയയിലെ എഡീസയിലേക്ക് കൊണ്ടുപോയത് ജൂലൈ 3-നാണ്. ഈ ദിവസമാണ് സെന്റ് തോമസ് ദിനമായി ആചരിക്കുന്നത്. അകമഴിഞ്ഞ ഭക്തിയുടെയും ഗുരുസ്നേഹത്തിന്റെയും പ്രതീകമാണ് സെന്റ് തോമസ്. ദിദിമോസ്, മാർത്തോമ എന്നീ പേരുകളിലും തോമാസ് ലീഹ അറിയപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഹ കേരളത്തിലെത്തി സുവിശേഷ പ്രചാരണം നടത്തിയെന്നാണ് വിശ്വാസം. ഇങ്ങനെയാണ് സുറിയാനി ക്രിസ്തീയ സഭകൾ രൂപം കൊണ്ടതെന്നും വിശ്വസിക്കപ്പെടുന്നു. തോമ എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ടയെന്നും സ്ലേഹ എന്ന പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നുമാണ് സൂചിപ്പിക്കുന്നത്. AD 50 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ തോമാസ് ലീഹ എത്തിയെന്നാണ് കരുതപ്പെടുന്നത്. വിശുദ്ധ തോമാസ് ലീഹ എന്നാണ് കേരളീയർ തോമാസ് ലീഹയെ വിശേഷിപ്പിച്ചത്. പാലയൂർ, കൊടുങ്ങല്ലൂർ, പറവൂർ, കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നിവിടങ്ങളിലെ പള്ളികൾ തോമാസ് ലീഹ സ്ഥാപിച്ചതായാണ് വിശ്വാസം. 7 പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. തിരുവിതാംകോട് പള്ളിയാണ് അരപ്പള്ളി. തോമാസ് ലീഹയുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. വലിയ നോമ്പുകാലത്തും തുടർന്ന് പൊതുഞായറാഴ്ചയും ഈ പുണ്യഭൂമിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ചോളനാട്ടിൽ നിന്നും മലമ്പ്രദേശത്തേക്കുകൂടെ സഞ്ചരിച്ച വേളയിൽ പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി മലയാറ്റൂരിൽ ശ്ലീഹ തങ്ങുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു. സുവിശേഷത്തിന്റെ 14-ാം അധ്യായത്തിലാണ് തോമാസ് ലീഹയുടെ വിശ്വസ്തതയെക്കുറിച്ച് വിവരിക്കുന്നത്. യേശു ജോർദാന്റെ മറുകരയിലായിരിക്കുമ്പോഴാണ് ജെറുസലേമിനടുത്തുള്ള ബഥാനിയയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നത്. യേശുവിന്റെ പ്രബോധനങ്ങളെയും പ്രവർത്തനങ്ങളെയും വെറുത്തിരുന്ന യഹൂദർ അവനെ കല്ലെറിയാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നറിയാമായിരുന്ന അപ്പസ്തോലന്മാർ പറഞ്ഞു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? ലാസർ മരിച്ചുവെന്നും അവനെ കാണാൻ പോകുന്നതിന് താൻ തീരുമാനിച്ചുവെന്നും വ്യക്തമാക്കിയ ഈശോയുടെ വചനങ്ങളെ തുടർന്നാണ് തോമാസ് ലീഹ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി യേശുവിനോടൊത്ത് നീങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. വിശുദ്ധ തോമസ് അപ്പസ്തോലൻ, യേശുവിന്റെ ധീരനായ അനുഗാമി, തന്നോടൊപ്പം സത്യത്തിന്റെയും ജീവന്റെയും വഴി തെരഞ്ഞെടുക്കാൻ ഏവരെയും പ്രേരിപ്പിക്കുന്ന വിശ്വസ്തത ക്രിസ്തു ശിഷ്യനാണ്. AD 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് കുത്തേറ്റാണ് തോമാസ് ലീഹ മരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തോമാസ് ലീഹയുടെ കബറിടം മൈലാപ്പൂരിൽ ഇപ്പോഴുമുണ്ടെങ്കിലും ഭൗതികാവശിഷ്ടം ഇറ്റലിയിലെ ഓട്ടണ്ണയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തി ജീവൻ നേടുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് വളരാൻ അപ്പസ്തോലന്റെ മാധ്യസ്ഥം നമുക്കും തേടാം. മാർത്തോമാ നിൻ പുണ്യദിനം ഓർമ്മകളുണരും ദുഃഖ്റാന തോരാമഴയത്താറുകളിൽ ആറാനകളൊഴുകും തോറാന. പഴമക്കാരുടെ ചൊല്ലിൽ വിരിയും മാർത്തോമായുടെ മഹിത ദിനം. മാർത്തോമാ നിൻ പുണ്യദിനം ഓർമ്മകളുണരും ദുഃഖ്റാന തോരാമഴയത്താ